വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആധുനിക ലോകത്ത് സർവ്വ വസ്തുക്കളും മനുഷ്യകുലത്തെ കൃത്യമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ മനുഷ്യ ജീവിതത്തെ അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ശക്തി തന്നെയാണ് മാധ്യമം. എന്നാൽ മാധ്യമം അതിന്റെ ധർമ്മം നഷ്ടപ്പെടുത്തി അധികാരത്തിന്റെയും വാണിജ്യ ലാഭത്തിന്റെയും കയ്യിൽ അടിമയായി കഴിഞ്ഞ ആധുനിക കാലത്ത് തകർന്നടിയുന്ന മാധ്യമധർമ്മം എന്ന വിഷയത്തിന് പ്രസക്തിയേറെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. സഹോദരങ്ങളെ, ലോകാധികാര ശക്തികളിൽ നാലാമതായി മുന്നിട്ട് നിൽക്കുന്ന മാധ്യമം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ജനങ്ങളിലേക്ക് സത്യം പ്രചരിപ്പിക്കുന്നതിലും അനീതികളെ എടുത്തു കളയുന്നതിലുമാണ്. എന്നാൽ ആധുനിക മാധ്യമം സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മമാകാൻ പഠിപ്പിക്കുന്ന ഖുർആനിന്റെയും വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിപ്പിക്കുന്ന ഹദീസിന്റെയും നേർവിപരീതം പഠിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ തീർത്തും നാം ഇതിൽ നിന്നും വിട്ടുനിൽക്കലും സത്യതയോടെ ആവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകുൻ ഫാസിഖുൻ ബിനബയിൻ ഫതബയ്യനു. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്കൊരു ഫാസിഖ് വാർത്ത എത്തിച്ചാൽ അത് പരിശോധിക്കുവിൻ. ഇന്ന് മാധ്യമങ്ങൾ പലപ്പോഴും പരിശോധന കൂടാതെ വാർത്ത പരത്തുന്നു. പലപ്പോഴും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ മറച്ചുവെക്കുകയും കള്ളത്തെ സത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളോടാണ് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. സത്യം അന്വേഷിക്കാതെ കേട്ടത് മുഴുവൻ വിളിച്ചു പറഞ്ഞ് അതിനെ പർവ്വതീകരിക്കുന്നത് ആധുനിക മാധ്യമത്തിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നത്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ കേട്ടത് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അവന്റെ കള്ളത്തിനുള്ള തെളിവാണ്. ഇതേ ഉത്തരവാദിത്യം മാധ്യമങ്ങൾക്കും ബാധകമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ പോലും ഹദീസുകൾ സ്വഹീഹാവുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇത്രയും മാത്രം ഇസ്ലാമിൽ സത്യത്തെ വിശ്വസിച്ച നാം എങ്ങനെ എന്ത് തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നു എന്നും മാധ്യമങ്ങളെ വിശ്വസിക്കുന്നു എന്നും ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ്. സഹോദരങ്ങളെ, ഇത്തരം സാഹചര്യങ്ങളിൽ തീർത്തും നാം ഇതിനെ എതിർക്കലും അവയിൽ നിന്നും വിട്ടുനിൽക്കലും സത്യതയോടെയും ആവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമായ പ്രഖ്യാപനം, അള്ളു അലൈഹാ ബിൻ നവാജിദ്, അഥവാ ആ സത്യങ്ങളെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. മാധ്യമം നമ്മുടെ ഭാവി നിർണയിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് സത്യതയോടെയും നീതിയോടെയും ആവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നാഥൻ തുണക്കട്ടെ എന്ന് പറഞ്ഞ് നാളെയുടെ സൽപ്രഭാതങ്ങൾക്കായി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.